ഗോവിന്ദ ഹരിഗോവിന്ദ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം 7 ഘട്ടങ്ങളായി നടക്കുന്ന ഉത്സവമാണ് എന്ന് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. അതുപോലെ 64 വിഭിന്ന വിഭാഗങ്ങളിലുള്ള സ്ഥാനീകർ സമന്വയിച്ച് നിർവഹിക്കുന്ന ഉത്സവമാണ് വൈശാഖ മഹോത്സവം. 64 വിഭിന്ന വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദു സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമുദായങ്ങളിലെ തന്നെ അവാന്തര വിഭാഗങ്ങള്, ഇങ്ങനെ സമൂഹത്തിൽ വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, വ്യത്യസ്ത പ്രവർത്തന മേഖലകളിൽ വ്യാപൃതരാകുന്ന ആളുകൾ അവരവരുടെ സേവനങ്ങളും അവരവരുടെ ഉൽപ്പന്നങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈ എല്ലാ ജനവിഭാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് സംവിധാനം ചെയ്തിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ചടങ്ങായി ശ്രീയാഗോത്സവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ദക്ഷിണകാശി മഹാത്മ്യത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ച് കൊണ്ട് മാനന്തേരി മഠത്തിൽ ചന്തുതമ്പ്യാർ പറയുന്നത്, ദ്വിജന്മാർ ശൂദ്രരും നൃപന്മാർ വൈശ്യരും സജാതീയന്മാരും വിജാതീയന്മാരും അനങ്കവൈരി തൃച്ചെറുമെന്നുത്സവേ അനേകം ജാതിക്കാർക്ക് അവകാശവുമുണ്ട്. വ്യത്യസ്തങ്ങളായ ജാതികൾ, ജാതി അടിസ്ഥാനത്തിലുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ തന്നെ വ്യത്യസ്ത ജാതികൾ ഉണ്ട് എങ്കിൽ തന്നെ അവർക്കെല്ലാം വിശിഷ്ടമായ ഭാഗഭാഗിത്വം, വിശിഷ്ടമായ പങ്കാളിത്തം നൽകിക്കൊണ്ട് ഉച്ചനീചത്വങ്ങളില്ലാതെ അവരെ കോർത്തിണക്കിക്കൊണ്ട് നിർവഹിച്ചിരുന്ന ഒരു വിശേഷമായ ചടങ്ങാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീരെഴുന്നള്ളത്ത് നാളില് ആദ്യമായി അക്കരയ്ക്ക് കടക്കുമ്പോൾ ആ അക്കരയ്ക്ക് കടക്കുന്നതിന് മുന്നേ നടക്കുന്നത് കുറിച്യ സമുദായാംഗമായ ഒറ്റപ്പിലാണ്. അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ടാണ് തന്ത്രിവര്യന്മാർ അല്ലെങ്കിൽ ആചാര്യശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ അക്കരയ്ക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ആചരണം സംബന്ധിച്ച സംവിധാനം വളരെ വിശേഷമാണ്. 64 വിഭിന്ന വിഭാഗങ്ങളിലുള്ള ആളുകൾ അടങ്ങുന്ന മഹാ അടിയന്തര യോഗം, അതിൽ തന്നെ 13 ആളുകൾ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന 13 ആളുകൾ ഉൾപ്പെടുന്ന അടിയന്തര യോഗം എന്ന സമിതിയാണ് ആചാരപരമായ കാര്യങ്ങളിലെ പരമാധികാര സഭ. സമുദായി എന്ന സ്ഥാനീകൻ അധ്യക്ഷനായിക്കൊണ്ട് കണക്കപ്പിള്ള കാര്യദർശിയായിക്കൊണ്ട് പാരമ്പര്യ ഊരാളന്മാരും ഏഴിലക്കാരും ഓച്ചർമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സഭയാണ് അടിയന്തര യോഗം എന്ന് പറയുന്നത്. മുൻകാലത്ത് ഉള്ളാട്ടു മനുഷ്യർ എന്നറിയപ്പെടുന്ന സ്ഥാനീകർ, കോട്ടയം സ്വരൂപത്തിന്റെ പ്രതിനിധികളായിട്ടുണ്ടായിരുന്ന സ്ഥാനീകരും അടിയന്തര യോഗത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഏഴില്ലക്കാർ എന്ന നായർ സമുദായ അംഗങ്ങളായ ചപ്പാരം ക്ഷേത്രത്തിലെ പൂജകന്മാർ, മാരാർ സമുദായത്തിൽപ്പെട്ട ഓച്ചർമാർ, വാര്യർ സമുദായത്തിൽപ്പെട്ട കണക്കപ്പിള്ള, പാരമ്പര്യ ഊരാളന്മാർ, നായർ സമുദായ അംഗങ്ങൾ, നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സമുദായി, ഇങ്ങനെ വൈവിധ്യങ്ങളോട് കൂടിയതാണ് അടിയന്തര യോഗം. മഹാ അടിയന്തര യോഗത്തിലാകട്ടെ കാടൻ, പെരുവണ്ണാൻ, കുറങ്കലയൻ,
കുറിച്യ സ്ഥാനീകനായ ഊണൂലില്ലാത്ത തന്ത്രി എന്ന് കൊട്ടിയൂരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഒറ്റപ്പിലാൻ പണിക്കർ ഒക്കെ ഉൾപ്പെടുന്ന വളരെയധികം വൈവിധ്യങ്ങളോടുകൂടിയ ഒരു സംവിധാനമാണ് അക്കരെ കൊട്ടിയൂരിൽ നമുക്ക് കാണാൻ സാധിക്കുക. ജാതീയ ഉച്ചനീചത്വം നമ്മുടെ സമൂഹത്തിൽ നിലകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരെ കോർത്തിണക്കിക്കൊണ്ട് ഒരു മാലയിലെ വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങൾ കോർത്തിണക്കിയ ഒരു മാല പോലെ ആ ഭഗവത് സന്നിധിയിലെ ഭഗവത് കാര്യത്തിനായി നിലകൊള്ളുന്ന ആളുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഉത്സവേതര നാളുകളിൽ പോലും അക്കരെ സന്നിധിയുടെ ചുമതലക്കാരൻ കുറിച്യ സ്ഥാനീകനായിട്ടുള്ള ഒറ്റപ്പിലാൻ പണിക്കരാണ്. ഉത്സവത്തിന്റെ ഏറ്റവും ആരംഭത്തിലുള്ള ചടങ്ങ് നാള് കുറിക്കുന്ന പുറക്കൂവത്തിനും തലേന്നാൾ മണത്തണയിൽ നടക്കുന്ന ദൈവത്തെ കാണൽ എന്ന ചടങ്ങ്. അതിന് നേതൃത്വം നൽകുന്നത് ഒറ്റപ്പിലാൻ പണിക്കരാണ്. ഉത്സവ സമാപനത്തില് തൃക്കലശാട്ടിന് ശേഷം പിറ്റേന്ന് വറ്റടി എന്ന ചടങ്ങ് നിർവഹിച്ച് പടിഞ്ഞീറ്റ നമ്പൂതിരിയും സംഘവും മടങ്ങിക്കഴിഞ്ഞാൽ അക്കര സന്നിധിയുടെ ചുമതലക്കാരൻ ഒറ്റപ്പിലാൻ പണിക്കരാണ്. പുരാവൃത്തങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നു കഴിഞ്ഞാൽ, ഐതിഹ്യ പെരുമയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആ ഒറ്റപ്പിലാവ് മലയിലെ ഘോര കാനനത്തിൽ വേട്ടയാടി നടന്ന വനവേടൻ തന്റെ അമ്പിന് മൂർച്ച കൂട്ടാൻ വേണ്ടി അമ്പുരച്ചപ്പോൾ അമ്പുരച്ച ശിലയിൽ നിന്നുണ്ടായ രക്തപ്രവാഹമാണ് ആ ഭഗവത് സ്വയംഭൂവിനെ ലോകം അറിയാൻ കാരണമാക്കിയത്. ആ ഒറ്റപ്പിലാന് പ്രഥമവും പ്രധാനവുമായ സ്ഥാനം നൽകിക്കൊണ്ടുള്ള വൈശാഖം ഉത്സവം, ആ ആചാര പെരുമയുടെ മഹോത്സവത്തിലേക്ക് പ്രവേശിക്കാനുള്ള അസുലഭമായ ഭാഗ്യം ഇതാ നമുക്ക് വീണ്ടും കൈവന്നിരിക്കുന്നു. കൊട്ടിയൂർ പെരുമാളിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഗോവിന്ദ ഹരി ഗോവിന്ദ.